ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക, പ്രത്യേകിച്ച് ഐഫോൺ കയ്യിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള പ്രശ്നമാണ് നമ്മൾ നല്ലൊരു ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ മൈക്ക് എല്ലാവരും നിർബന്ധമാണ് ഉപയോഗിക്കൽ. ഇപ്പോൾ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കണം. ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്ര പ്രശ്നം വരില്ല. പക്ഷേ ഔട്ട് സൈഡ് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ നോയ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും മൈക്ക് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ട്. ഇത് ബോയുടെ ഒരു മൈക്കാണ്. ഇതൊരു ചെറിയ കേസിൽ കൊണ്ടെടുക്കുന്ന ഒരു മൈക്കുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതല്ലാതെ ഹോളിൽ തന്നെ വേറൊരു മൈക്ക് എൻ്റെ കയ്യിലുണ്ട്. ഈ മൈക്ക വെച്ചിട്ട് നമുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന, എന്നാൽ ഇതേപോലെ മൈക്കയുടെ ക്വാളിറ്റിയിൽ നല്ല മൈക്ക തന്നെ. നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ആണെങ്കിൽ, നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ ഈ മൈക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്നൊരു വീഡിയോ എടുക്കും. നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ആയിട്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റും. അത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇപ്പോൾ ഞാനിപ്പോൾ മൈക്ക് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇനി ഈ മൈക്ക് മാറ്റിയിട്ടുള്ള ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ മൈക്ക് എടുത്ത് മൈക്ക് ഞാൻ മാറ്റി വെച്ചു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഡയറക്റ്റ് ഐഫോണിൻ്റെ മൈക്കിലാണ്. അപ്പോൾ നേരത്തെ മൈക്കുള്ള സൗണ്ടും ഇതും കൂടി നിങ്ങൾക്ക് വ്യത്യാസം ഫീൽ ചെയ്യും. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് അത്രയധികം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഹാളിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എങ്കിൽ കൂടി ആ മൈക്ക് ഉണ്ടായിരുന്നപ്പോഴും മൈക്ക് ഇല്ലാത്തപ്പോഴുള്ള സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കറിയാൻ പറ്റും. നോർമലി നമുക്ക് മൈക്ക് എടുത്താൽ എന്തായാലും ഒരു നോയ്സ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ ആ റൂമിൽ. അതുപോലും കട്ടായിട്ട് ഇപ്പോൾ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിലും അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഐഫോണിൽ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഐഫോണിൻ്റെ മൈക്കിൽ തന്നെ നമുക്ക് പുറത്തു നിന്നിട്ട് തന്നെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സെറ്റിങ്സ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുനിന്നും വീഡിയോ എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഐഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിൽ ക്യാമറ എന്നുള്ളത് നിങ്ങൾ എടുക്കുക. അത് ഓപ്പൺ ആക്കുക. ക്യാമറ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾ വോയിസ് റെക്കോർഡിൻ്റെ എടുക്കുക. അതിൽ മോണോ സ്റ്റീരിയോ എന്നൊക്കെ കണ്ടതില്ലേ, അത് നിങ്ങൾ മോണോയിൽ ഇട്ട് വെക്കുക. മോണോയിൽ വെച്ചിട്ട് നിങ്ങൾ ബാക്ക് വന്നിട്ട് നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യുക. ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങൾ സ്വൈപ്പ് ചെയ്യും. മേലെ നിന്ന് താഴേക്ക് വലിച്ചിട്ടില്ലേ, അപ്പോൾ അതിൽ ക്യാമറയുടെ അത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് അതിൽ ഇങ്ങനെ ഓരോ വോയിസിൻ്റെ ഇത് കാണാം. അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഐസൊലേഷൻ ഉണ്ട്, വോയിസ് ഐസൊലേഷൻ, അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കണമൊക്കെ പെർഫെക്റ്റ് ആവും. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, ബോയുടെ മൈക്ക് വെച്ചിട്ടുണ്ട്, പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മൈക്ക് വെച്ചിട്ടുള്ള സൗണ്ട് ഉണ്ട് കേൾക്കുന്നത്. ഇനി ഞാൻ മൈക്ക് ഊരുകയാണ്. മൈക്ക് ഞാൻ ഊരി മാറ്റി. ഇപ്പോൾ നമ്മൾ ഐഫോണിൻ്റെ ഡയറക്റ്റ് മൈക്കിലാണ് സംസാരിക്കുന്നത്. പുറത്ത് ഇവിടെ സികളൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എത്രത്തോളം ക്ലിയറിലാണ് നിങ്ങൾക്ക് കേൾക്കണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഡയറക്റ്റ് ഐഫോണിൻ്റെ മൈക്കിൽ തന്നെ നല്ല ക്ലാരിറ്റിയിൽ നോയ്സ് ക്യാൻസലേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.